എന്ത് സംഭവം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന ചാനൽ ചർച്ചയാണ് അല്ലേ? അപ്പൊ കുറെ പേര് നമ്മൾ ഈ ചാനൽ ചർച്ച തൊഴിലാളികൾ എന്ന രീതിയിൽ പോലും ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് വേഗം പോകുന്നു, അവിടെയും കാണാം ഇവിടെയും കാണാം. പിന്നെ അവിടെ ചെന്ന് വിഷയമൊക്കെ മാറിയൊക്കെ പോകും. 3 പേരുടെ 4 വിഷയമൊക്കെ പറഞ്ഞില്ല, അയ്യോ സോറി അതല്ല കേട്ടോ മാറിപ്പോയാ കഴിഞ്ഞ മറ്റേ ചാനലിൽ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് തിരുത്തും. അല്ല ജയൻ ചേട്ടൻ ഇപ്പൊ ഇത് ഇവിടെ പറയാൻ കാരണം അതുപോലെയുള്ള ഒരു സ്കിറ്റുമായിട്ടാണ് നമ്മുടെ 3 കലാകാരന്മാർ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ നികേഷ് കുമാർ. ചന്ദ്രനിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ 1-ൻ്റെ അതിമനോഹരമായ വിജയത്തിന് ശേഷം കൃത്യം 11 വർഷങ്ങൾ കഴിയുമ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ചന്ദ്രയാൻ 2-ൻ്റെ വിക്ഷേപണത്തോടൊപ്പം ഇന്ത്യ അഭിമാനപൂരിതമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു. നമുക്കവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. ആദ്യം കേരളത്തിൻ്റെ മുതിർന്ന നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനാണ് നമ്മോടൊപ്പം വരുന്നത്. ശ്രീ വി എസ് അച്യുതാനന്ദൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. താങ്കൾ കേൾക്കാമെങ്കിൽ ഈ ISROയുടെ സ്വന്തം ബാഹുബലി എന്ന പേരിൽ അറിയപ്പെടുന്ന ISROയുടെ ഈ 2-നെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ബാഹുബലി വളരെ നല്ലൊരു സിനിമയാണ്. ഞാനും എൻ്റെ ഫാമിലിയുമായി 1-2 തവണ പോയി കണ്ടൊരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ 2ാം ഭാഗം ഇതുവരെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. ശ്രീ വി എസ് അച്യുതാനന്ദൻ, ഞാൻ ചോദിച്ചത് ചന്ദ്രയാൻ 2-നെ കുറിച്ചാണ്. അങ്ങനെയും ഒരു സിനിമ ഇറങ്ങിയോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. തിരികെ എത്താം. നമ്മുടെ ഒപ്പം ഉമ്മൻചാണ്ടി സാർ ചേരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി സാർ, നമ്മുടെ ഈ ചന്ദ്രയാൻ 2-ഉം താങ്കളുമായി എന്തോ വലിയ ബന്ധമുണ്ട് എന്ന് പറയുന്നു. എന്താണ് ആ ബന്ധം? ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു പാഞ്ഞു പോയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയ ഒരു ഭരണ സംവിധാനമാണ് ഞാൻ നയിച്ചു കൊണ്ടുപോയത്. പക്ഷേ ചില അവിചാരിതങ്ങളാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായത്. അവിചാരിതമല്ലടോ, അവിഹിതം. ശ്രീ വി എസ് അച്യുതാനന്ദൻ, ഒരു തർക്കത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ ചേരുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ചന്ദ്രയാൻ 2-ൻ്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ. ഡേറ്റ് തീരുമാനിക്കുന്നത് മാറ്റുന്നു, അതിലെല്ലാം താങ്കൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? അത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ കൗണ്ട് ഡൗൺ പറയാനായിട്ട് ഒരുപാട് ആൾക്കാരെ അവർ വിളിച്ചതാണ്. പക്ഷേ ഇവർക്കാർക്കും അക്ഷരസ്ഫുടതയില്ലെന്നും പറഞ്ഞ് അവസാനം എന്നെയാണ് സെലക്ട് ചെയ്തത്. ഞാനിതിൻ്റെ കൗണ്ട് ഡൗൺ അങ്ങോട്ട് തുടങ്ങി ഇങ്ങനെ 10, 9, 8, 7 എന്ന് പറഞ്ഞ് എണ്ണി അവസാനം വന്നപ്പോൾ ദുബായിൽ നിന്ന് മകൻ്റെ ഒരു കോള് വരുന്നു. അതോടെ എൻ്റെ കയ്യിൽ നിന്ന് സകലതും പോയി. കോള് ദുബായിൽ നിന്നാണെങ്കിൽ ഒരു പക്ഷേ അത് സംഭവിച്ചാൽ അത്ഭുതമൊന്നുമില്ല. നമ്മോടൊപ്പം PC ജോർജ് ചേരുന്നു. ശ്രീ PC ജോർജ്, താങ്കൾ ഏതൊരു കാര്യത്തിലും വലിയ നിലപാടുകൾ എടുക്കുന്നതായിട്ട് മലയാളികളെല്ലാം തന്നെ അറിയാം. ഈ ചന്ദ്രയാൻ വിഷയവുമായി അങ്ങയുടെ നിലപാട് എന്തായിരിക്കാം? എന്തോ നികേഷ്, ഞാൻ മറുപടി പറയാം. പക്ഷേ സമയത്തിന് കുണകുണം വാർത്താനം പറയും. അതായത് ഈ ചന്ദ്രയാൻ 2 വിടണമെന്നും എനിക്കൊരു താല്പര്യമില്ല. കാരണം എല്ലാം വിജയിച്ച് അവിടെ മനുഷ്യവാസം തുടങ്ങുമ്പോഴേ രാഷ്ട്രീയക്കാർ ഇവിടെ തള്ളിക്കറി അങ്ങോട്ട് അതും കുളവാക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ പൂജാറിൽ പാലായിൽ 2 നില വേണം 3 നില വേണം ചിലവന്മാരോട് തർക്കം നടക്കുക. ഇവന്മാരെ എല്ലാം കൂടെ ചന്ദ്രയാനിക്കറ്റും അവിടെ കൊണ്ട് കളയാങ്ങളുണ്ടല്ലോ, നമ്മുടെ നാട് ശുദ്ധമാകും. മനസ്സിലായില്ലേ? അതൊരു പക്ഷേ താങ്കൾ കേരളത്തിൽ ചെയ്യുന്ന വലിയൊരു നന്മ കൂടിയായിരിക്കാം. നമ്മോടൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഭാരതം ഇന്ന് വലിയ സന്തോഷത്തിന്റെ പാതയിലാണ്. അങ്ങും സന്തോഷത്തിലാണോ? ഞാൻ ഏറ്റവും വലിയ സന്തോഷത്തിലല്ലേ. മലയാളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, എന്തൊരു കാര്യം ഇന്ത്യയിൽ എവിടെ സംഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം മലയാളിയുടെ ഒരു കൈയുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ ചന്ദ്രയാൻ 2-ൻ്റെ കാര്യമെടുത്താലും അവിടെയുണ്ടല്ലോ ഒരാൾ കേശവനല്ല ശിവൻ. അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, മലയാളത്തിന്റെ പൊന്നോമന കണ്ണുണ്ണിയാണ് കേശവൻ. തിരികെ വരാം. നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കൊല്ലം MP, അതോടൊപ്പം തന്നെ NK പ്രേമേന്ദ്രൻ ചേരുന്നു. ശ്രീ NK പ്രേമേന്ദ്രൻ, താങ്കളുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം ഒരു വിലയുണ്ടാവാറുണ്ട് പലയിടങ്ങളിലും. താങ്കൾ പറയൂ, എന്താണ് ചന്ദ്രയാൻ 2-നെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? അക്ഷരങ്ങൾ ഒച്ചടിച്ച പുസ്തകത്താളിൽ നിന്നും നിങ്ങൾ കണ്ട ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ ചന്ദ്രയാന് സാധിച്ചിട്ടുണ്ട്. അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ നിരവധി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലകുനിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റിയതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും
ഈ ചെറിയ വീഴ്ചകളിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമുക്ക് തലകുനിക്കാതെ നിൽക്കാമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നന്ദി. അതൊരു പക്ഷേ അതേപോലെ തന്നെ സംഭവിക്കട്ടെ. നമ്മോടൊപ്പം തോമസ് ഐസക് സാറാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാനെത്തിയിരിക്കുന്നത്. ശ്രീ തോമസ് ഐസക്, എന്താണ് അങ്ങയുടെ വീക്ഷണം ഈ ഒരു കാര്യത്തിൽ? ചന്ദ്രയാൻ 2 നമ്മുടെ ഭ്രമണപഥത്തിൽ എത്തിക്കഴിയുമ്പോഴേ നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുക. അത് തന്നെയല്ല, നമ്മൾ അവിടെ വാസം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് GST പിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന് വലിയൊരു വളർച്ച ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിരുന്നു ചന്ദ്രയാനിൽ. അതിൻ്റെ പുറകിൽ ചന്ദ്രയാൻ വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു തർക്ക വിഷയമായി മാറിയേക്കാം. ശ്രീ തോമസ് ഐസക്, നമ്മോടൊപ്പം AK ആന്റണി സാറാണ് ചേരുന്നത്. AK ആന്റണി സാർ, താങ്കളോട് എനിക്ക് 2 ചോദ്യമുണ്ട്. ഒന്ന്, താങ്കൾ എങ്ങനെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ ചന്ദ്രയാൻ 1-ൽ താങ്കൾക്ക് അതിഭയങ്കരമായ രീതിയിലൊരു ഇടപെടൽ താങ്കളുടെ ഭാഗത്തുണ്ടായി എന്നും കേൾക്കുന്നു. എന്താണ് ആ ഇടപെടൽ? പ്രതിരോധ മന്ത്രി എങ്ങനെയായെന്ന് ചോദിച്ചാൽ, ചേർത്തലയിൽ എല്ലാവർക്കും തക്കാളിപ്പനി എന്ന അസുഖം വന്നു. ആ സമയത്ത് എനിക്ക് മാത്രം അത് വന്നില്ല. സുനിൽജിക്ക് എപ്പോഴും മനസ്സിലായി ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉള്ള ഒരാളാണ് ഞാനെന്ന്. അങ്ങനെയാണ് എന്നെ പ്രതിരോധ മന്ത്രിയാക്കിയത്. പിന്നെ ചന്ദ്രയാൻ 1-ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു വിധത്തിലും ഇത് സ്റ്റാർട്ടാകാതെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയയാണ് ഇത് മുകളിലോട്ട് കുതിച്ചുയരാനുള്ള കാരണം. മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ സ്കൂട്ടർ സ്റ്റാർട്ടാവാതെ വരുമ്പോൾ ഒരു കുലുക്കി ഒരു ചവിട്ടാറ് പതിവുണ്ട്. അങ്ങനെ ഈ റോക്കറ്റ് പിടിച്ചൊന്ന് കുലുക്കി ഒന്ന് ചവിട്ടി വിട്ടപ്പോൾ ഷൂ എന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറി പോയിട്ടാണ് ആ ചന്ദ്രനിൽ നിന്ന് കറക്റ്റായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. എന്താ പോലെ അന്യായ തള്ളായി പോയിട്ടോ, ഇങ്ങനെ തള്ളാ നിൽക്കല്ലേ. തള്ളിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മറ്റൊരു നേതാവിനെ ഓർമ്മിക്കേണ്ടി വരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു ചന്ദ്രയാൻ 2-ന്റെ ഈ ഒരു വലിയൊരു കുതിച്ചുകയറ്റം? റോക്കറ്റുകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പല റോക്കറ്റുകളുടെ ഇടയിലൂടെ, ചേറിപ്പാഞ്ഞു വരുന്ന റോക്കറ്റുകളുടെ ഇടയിലൂടെ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. പണ്ട് ISROയിൽ പോകണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് സാധിച്ചില്ല. പക്ഷേ ഞാനായിരുന്നു ചെയർമാനെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്ന്. ഇനിയും അവസരങ്ങൾ ധാരാളമുണ്ട്. ഇനി അവസരം കിട്ടുമെന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. താങ്കളാണോ തീരുമാനിക്കുന്നത്? നമുക്കറിയാം ഇവരൊന്നും രക്ഷപ്പെടാൻ പോലില്ല, മനസ്സിലായില്ലേ? ശ്രീ PC ജോർജ്, നമ്മളതൊരു തർക്ക വിഷയമാക്കി മാറ്റേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം കേരളം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, താങ്കൾ പറയുന്ന ഒരു പക്ഷേ ഇവർക്ക് മനസ്സിലാവണം. ശ്രീ PC ജോർജ്, നമുക്കൊരു പരിധിയുണ്ട്. അത് മാത്രമല്ല, പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ വിപത്തുകൾ ഏത് വരുമ്പോഴും ഒന്നിച്ചു നിൽക്കുന്ന കേരളം എന്നുള്ള നിലയിൽ നമുക്ക് ഭാരതത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാം. നമ്മുടെ രാജ്യം എന്നുള്ള ഒരു വികാരത്തിൽ നിൽക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ കൂട്ടായി നിൽക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ന്യൂസ് അവർ അവസാനിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗംഭീരം. കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ ഈ നടന്മാരുടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ സ്വരങ്ങൾ ഒരുപാട് നമ്മൾ അനുകരിച്ച് കേൾക്കുന്നുണ്ട്. എല്ലാവരും പറയും, ഇപ്പോൾ കുട്ടികൾ എന്നാൽ പിന്നെ ഉമ്മൻചാണ്ടിയാണെങ്കിലും അല്ലേ, നിങ്ങൾ ഈ ചെയ്തതിനകത്ത് ഒരെണ്ണത്തിൽ പോലും അതിഭാവത്വം ഇല്ല. കറക്റ്റ് മീറ്ററായിരുന്നു. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ PC ജോർജ് ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതാ ഇഷ്ടം. PC എൻ്റെ മുന്നിൽ എന്നെ ഇടയ്ക്കാണ്ടെന്ന് പറയുന്നത് എന്താ, ഒരു താനം പറയുന്നത് എന്താ, എന്റെ പോലും നികേഷ് ഇടയ്ക്കൊരു കുളറെ വർത്താനത്തില്ല വിളിച്ചു തെറിയാ പറയും. എന്താ പറയുക. അതുപോലെ ഏറ്റവും എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നന്നായിരുന്നു. പിന്നെ റിപ്പോർട്ടറുടെ അടിപൊളി സംഭവമായിരുന്നു, നല്ല സംഭവം. എന്തായാലും എല്ലാം മൊത്തത്തിൽ നല്ല ഒരു ഒരു മൂഡാണ്. കാര്യം ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എന്ത് സംഭവം ഉണ്ടായാലും ചാനൽ ചർച്ചയാണ്. എന്നിട്ട് ഈ കറക്റ്റ് സാധനം ലാസ്റ്റ് വരുമ്പോൾ ഇത് മാത്രം സൂപ്പർ സാധനമായിരുന്നു. നല്ല രസമായിരുന്നു. കാര്യം അവരൊക്കെ പോലും ശരിക്കും നല്ല എൻജോയ് ചെയ്ത് ഞാൻ എല്ലാവരും നോക്കാം. ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. എല്ലാം നല്ല വോയിസ് അല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എവിടെയാ എല്ലാവരുടെയും വീട്? എവിടെയാ? ഞാൻ കോഴിക്കോടാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കലവൂർ. യാതൊരു ബന്ധവുമില്ലാത്ത 3 ജില്ല. അതെങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒത്തൊരുമിച്ചു അല്ലെ? മിമിക്രി അല്ലാതെ എന്താ അല്ലേ? അല്ലേ? അപ്പോൾ ഒന്നിച്ച് അതായത് വളരെ സന്തോഷം. നിങ്ങൾക്ക് ഏതായാലും നല്ല ഭാവിയുണ്ട്, അടിപൊളിയാകട്ടെ. ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായിട്ട് സർവകലാശാലയിൽ വരണം. ഓക്കെ.